പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര മലബാർ കടന്നിട്ടില്ല. അതിനു മുൻപേ പൊട്ടലും ചീറ്റലും കല്ലുകടിയുമൊക്കെയാണ്. ഉദ്ഘാടന വേദിയിൽ നിന്ന് മുതിർന്ന നേതാവ് കെ സുധാകരൻ ഇറങ്ങിപ്പോയതിന് പിന്നാലെ കോഴിക്കോട് കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിൽ എംപിയെ സംസാരിക്കാൻ ക്ഷണിക്കാത്തതാണ് പുതിയ വിവാദം. വേദിയിൽ എംപിയായ ഷാഫിക്ക് മുന്നേ ജാഥ ക്യാപ്റ്റനായ സതീശനെ അധ്യക്ഷൻ പ്രസംഗത്തിന് ക്ഷണിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. 10 മണിക്കായിരുന്നു സ്വീകരണം. 11:30 കഴിഞ്ഞാണ് തുടങ്ങിയത്. എം കെ രാഘവൻ, പാറയ്ക്കൽ അബ്ദുള്ള, അടൂർ പ്രകാശ് എന്നിവരാണ് ആദ്യം സംസാരിച്ചവർ. ശേഷം സതീശനെ പ്രമോദ് കക്കട്ടിൽ ക്ഷണിച്ചു. ഈ സമയം വേദിയിൽ ഷാഫി സംസാരിക്കണമെന്ന് സദസ്സിൽ നിന്ന് ആവശ്യമുയർന്നു. ഇതോടെ ഷാഫിയെ ക്ഷണിക്കാൻ പ്രമോദ് ശ്രമിച്ചെങ്കിലും ഷാഫി തടഞ്ഞു. സതീശന്റെ പ്രസംഗത്തിന് ശേഷം അധ്യക്ഷൻ ഷാഫിയെ ക്ഷണിക്കാനെത്തിയപ്പോഴും ഷാഫി തടയാൻ ശ്രമിച്ചു. ഇതിനിടെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴെ വീണു. വെറും ഒറ്റ വരിയിൽ ഷാഫി പ്രസംഗം അവസാനിപ്പിച്ച് നീരസം പ്രകടിപ്പിച്ചു. ജാഥ ക്യാപ്റ്റന് മുൻപ് സ്ഥലം എംപിയായ താനായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നതെന്ന് ഷാഫി അറിയിച്ചതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. വൈകിയതിനാലാണ് സതീശനെ ക്ഷണിച്ചതെന്നും സമയക്കുറവാണ് സംഭവങ്ങൾക്ക് കാരണമെന്നുമാണ് പ്രമോദ് പറയുന്നത്. നേരത്തെ പുതുയുഗയാത്രയിൽ പങ്കെടുക്കാതെ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാറി നിന്നതും ചർച്ചയായിരുന്നു. യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് സുധാകരൻ ഇറങ്ങിപ്പോയതും ശേഷം കാസർകോട്ടെ സ്വീകരണ വേദികളിലൊന്നും സുധാകരൻ പങ്കെടുത്തില്ല. യാത്ര കണ്ണൂരിൽ പ്രവേശിച്ചിട്ടും പങ്കെടുത്തില്ല. സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയിൽ സുധാകരൻ പങ്കെടുക്കാത്തത് വലിയ ചർച്ചയായിരുന്നു. പുതുയുഗയാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോഴുണ്ടായ പിടിവലിയെ പരിഹസിച്ച് ഇടതു നേതാക്കളും രംഗത്ത് വന്നു. പേര് ഐക്യമുന്നണി എന്നാണ് മന്ത്രി ശിവൻകുട്ടി കുറിച്ചത്. ഇത് ഐക്യമുന്നണിയല്ല, അടിപിടി മുന്നണിയാണെന്നും നടക്കുന്നത് അടിയുഗയാത്രയാണെന്നും KT ജലീൽ MLA പരിഹസിച്ചു. ഐക്യമുന്നണിയിൽ എന്തൊരൈക്യമാണ്? കാലക്കേടിന് ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിയാലുള്ള അവസ്ഥ പടച്ചോനെ ആലോചിക്കാൻ വയ്യ. അടിയുഗയാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോഴത്തെ അവസ്ഥയാണത്. ഇത് ഐക്യമുന്നണിയല്ല, അടിപിടി മുന്നണിയാണ്. ഈ തോന്നിവാസികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാണ് പിണറായിയുടെ 3ാം വരവ് എന്നാണ് KT ജലീൽ MLA കുറിച്ചത്. സതീശൻ നയിക്കുന്നത് വിലാപയാത്രയാണെന്നാണ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൈസ് മാത്യു പറഞ്ഞത്. 1 മണിക്കൂർ ഒരു സ്റ്റേജിൽ ഒരുമയോടെ ഇരിക്കാൻ കഴിയാത്തവരാണ് കേരളം ഭരിക്കാൻ ഇറങ്ങുന്നത്. UDF ജാഥ തുടങ്ങി 2ാം ദിനം 2 നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണ പരിധിയിലായി. LDF സർക്കാർ പടുത്തുയർത്തിയ പുതുയുഗം അനുഭവിച്ചറിഞ്ഞാണ് ഇവർ ജാഥ നടത്തുന്നത്. പഴയ കേരളമല്ല ഇപ്പോഴുള്ളതെന്ന് ആർക്കും മനസ്സിലാകും. കേരളത്തിലെ ജനങ്ങൾ നട്ടെല്ലുയർത്തിയാണ് നിൽക്കുന്നത്. നാട് തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് നൈസ് മാത്യു പറയുകയാണ്.